നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുൻപിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവനെന്നെന്നും വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. ആരാധന ആരാധന ില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ, അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ടുഗദർ വിത്ത് ജീസസ്, യേശുവിന്റെ കൂടെ. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 13-ാം വാക്യം. Acts chapter 4 verse 13. Now when they saw the boldness of Peter and John and perceived that they were uneducated common men, they were astonished, and they recognized that they had been with Jesus. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാൽ ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുന്ന് ഇന്നത്തെ തിരുവചന മന്ന ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ടുഗദർ വിത്ത് ജീസസ്, യേശുവിന്റെ കൂടെ. ക്രിസ്തീയ സഭയ്ക്ക് യഹൂദന്മാരുടെ പക്കൽ നിന്നും ധാരാളം പീഡകൾ സഹിക്കേണ്ടതായി വന്നു. സുന്ദരം എന്ന ദേവാലയ മുറ്റത്ത് വെച്ച് ജന്മനാ കുരുടനായവനെ പത്രോസും യോഹന്നാനും കൂടെ സൗഖ്യമാക്കുന്നു. ഈ സൗഖ്യം യഹൂദന്മാരുടെ പാളയത്തിൽ സംസാര വിഷയമായി. മതകോടതിയിൽ വരെ അവരെ വിസ്തരിച്ചു. പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം അവരെ അതിശയിപ്പിച്ചു. സാമാന്യ മനുഷ്യരായ അവർ യേശുവിനോട് കൂടെയുള്ളവർ എന്ന് അറിഞ്ഞു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച കർത്താവിന്റെ കൂടെ നടക്കുന്നവരുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അസാമാന്യമായ ധൈര്യമാണ് അവർക്ക്. സഭയുടെ ആരംഭം മുതൽ ഈ നിമിഷം വരെ
ഹല്ലേലൂയ. ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന ഏക സമൂഹം കർത്താവിന്റെ മക്കളാണ്. കർത്താവിന്റെ മക്കളാണ്. എവിടെ കർത്താവിന്റെ മക്കളെ ഉപദ്രവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുർക്കിയിൽ കർത്താവിന്റെ മക്കളോട് കാണിച്ചിട്ടുള്ള ക്രൂരതകൾ അസാമാന്യമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര, ക്രിസ്ത്യാനികൾക്ക് എതിരെ വെറുപ്പും വൈരാഗ്യവും വെച്ചുകൊണ്ടിരിക്കുന്ന സമൂഹമേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നവൻ വാളെടുക്കില്ല. അവന്റെ കയ്യിൽ തോക്കും കാണത്തില്ല. അവൻ ഒരു മത തീവ്രവാദിയും ആയിരിക്കില്ല. പക്ഷേ അവന്റെ കയ്യിൽ ഒരു വാളുണ്ട്. ഇരുവായ്ത്തല മൂർച്ചയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള ഒരായുധം. എന്താണെന്നറിയാവോ? അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന വചനമാകുന്ന ബൈബിളാകുന്ന വാൾ. ആ വാളാണല്ലോ കർത്താവിന്റെ മക്കൾക്ക് എതിരെ വരുന്നവർ കത്തിച്ചു കളയുന്നത്. പിശാചിനറിയാം ആ ആയുധം കൊണ്ടാണ് അവനെ തുടച്ചു നീക്കാനായിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന ആയുധം. സർവായുധവർഗം, അതിൽ വചനമാകുന്ന വാളുണ്ട്. ഹല്ലേലൂയ. കേരളത്തിലും ക്രൈസ്തവർക്കെതിരെ പല മൂവ്മെന്റ്സും നടക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, കർത്താവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് കർത്താവിന്റെ മണവാട്ടികൾ ആയിട്ട് സകലതും ത്യജിച്ചുകൊണ്ട് ഭവനങ്ങളിൽ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങി വരുന്ന കന്യാസ്ത്രീകൾക്കെതിരെ ഒരു നാടകമിറക്കി. കക്കുകളി. കർത്താവ് യേശു ക്രിസ്തു ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ സ്തോത്രം, നീ അത്തരത്തിലുള്ള വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നാടകത്തിന് പോകത്തില്ലേ? സ്തോത്രം. അത്തരത്തിലുള്ള ഒരു നാടകം നടത്തിയെന്ന് കരുതി ഈ സമർപ്പിതരായ സഹോദരിമാരെ പുറകോട്ട് കൊണ്ടുപോകുന്നാണോ നിന്റെ വിചാരം? അതുക്കും മേലെ നിൽക്കുന്നവരാണ്, നിന്റെ ആശയത്തിനേക്കാൾ മേലെ നിൽക്കുന്നവരാണ് ഈ സമർപ്പിതരായ സഹോദരിമാർ. അതുപോലെ തന്നെ കർത്താവിന്റെ വേലക്കായിട്ട് ഇറങ്ങിയിട്ടുള്ള സഹോദരന്മാരും അങ്ങനെ തന്നെ. അവരാരും ഭീരുക്കളല്ല. സ്തോത്രം. അവരുടെ ആ ഒരു സമർപ്പണം ആർക്കു വേണ്ടി അത് ചെയ്യണമെന്ന് അറിയാവോ? കർത്താവ് യേശു ക്രിസ്തുവിനോടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ നിന്ന് ആർക്കും ആരെയും മുറിച്ചു മാറ്റാൻ പറ്റില്ല. ബലഹീനര് കാണും, പക്ഷേ ബലവാനാണ് അവരെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ തൊട്ടുകളിച്ചാൽ നിന്നെ തൊടാൻ വലിയൊരാളുണ്ട്. അവൻ നിന്നോട് യുദ്ധം ചെയ്യുന്നത്, കാരണം യുദ്ധം കർത്താവിനുള്ളതാണ്. ദൈവത്തിന്റെ മക്കൾക്ക് യുദ്ധമില്ല. യുദ്ധം ചെയ്യുന്നത് കർത്താവാണ്. ആ കർത്താവ് ചിലപ്പോൾ യുദ്ധം ചെയ്യുന്നത് മലകളെ ഇളക്കിക്കൊണ്ടായിരിക്കും, ഭൂമിയെ ഇളക്കിക്കൊണ്ടായിരിക്കും, പ്രകൃതിയെ അയച്ചുകൊണ്ടായിരിക്കും. കണ്ണു തുറന്ന് കാണാം. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ ഭൂമിയിൽ, ഈവൻ ഇന്ത്യയിലും ഉണ്ടായിട്ടുണ്ട്. കർത്താവിന്റെ വേലക്കായിട്ട് കുടുംബത്തോടെ ഇറങ്ങിയ ഗ്രഹാം സ്റ്റെയിനും മക്കളെയും ജീപ്പിന്റെ അകത്തിട്ട് കത്തിച്ചു. എന്താ സംഭവിച്ചത്? ഗുജറാത്തിൽ അതിനുശേഷം വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഭൂമിയിൽ എവിടെയെല്ലാം കർത്താവിന്റെ മക്കളെ തൊട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പ്രകൃതി ഇറങ്ങി പ്രവർത്തിച്ചിട്ടുമുണ്ട്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് കർത്താവിനോടുള്ള ബന്ധത്തിൽ, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന, കർത്താവിന്റെ കൂടെ നടക്കുന്നവർക്കുള്ള ഒരു ധൈര്യമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കൊടുക്കുന്നതല്ല, സ്വർഗത്തിലെ ഗവൺമെന്റ് കൊടുക്കുന്ന ധൈര്യമാണ്. ആ ധൈര്യത്തിൽ നിന്ന് മരിച്ചു പോകുന്ന മനുഷ്യ, നിനക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്ന ഒരൊറ്റ കുഞ്ഞിനെയും പുറകോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അസാമാന്യമായ ധൈര്യമാണ് അവർക്ക് ദൈവമായിട്ട് കൊടുക്കുന്നത്. അവർ ദൈവത്തിന്റെ മക്കൾ ഭീരുക്കളല്ല. ധൈര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ശക്തിയാണ് കർത്താവ് അവർക്ക് കൊടുക്കുന്നത്. അതൊന്ന് അനുഭവിച്ചറി. ദൂരെ മാറിയിരുന്ന് കളിയാക്കാനും അപവാദം പറയാനും എളുപ്പമാ. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ കൂടെ ആര് നിൽക്കുന്നോ അവനെ തിരിച്ചറിയാൻ സാധിക്കും. കാരണം കർത്താവിന്റെ കൂടെ നിൽക്കുന്നവൻ തീയിൽ കുരുത്തതാണ്, അവൻ വെയിലത്ത് വാടത്തില്ല. ഹല്ലേലൂയ. തുടർന്ന് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കരുണാസമ്പന്നനായ സ്വർഗ്ഗീയ പിതാവേ, നിന്റെ മക്കളായ ഞങ്ങൾക്ക് വീണ്ടും ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. അവിടുത്തെ പ്രകാരങ്ങൾ പാർക്കുവാൻ ഞങ്ങളെ വീണ്ടും അവിടുന്ന് കൂട്ടിവരുത്തിയതിനായി നന്ദി പറയുന്നു. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. അവിടുത്തെയോട് കൂടെ ചേർന്ന് നടക്കുവാൻ കുടുംബമായി ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുക. സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേർന്ന് നടക്കുവാൻ ഓരോ കൂട്ടായ്മകളെയും അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പ
അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അധികാരത്തോടെ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഐക്യമത്യപ്പെട്ടുകൊണ്ട് എൻ്റെ നാമത്തിൽ എന്ത് ചോദിക്കുന്നു അത് ലഭിക്കുമെന്ന് അരുളിച്ചത് കർത്താവേ. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോൾ മക്കളുടെ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കർത്താവേ. ഈ പരീക്ഷയുടെ സമയത്തും സുഖമില്ലാതെ കണ്ട് ശാരീരികമായ അസ്വസ്ഥത അനുഭവിച്ചിട്ടും കർത്താവെ ചില കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നുണ്ടല്ലോ. അത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, അവരുടെ കരങ്ങളെ ബലപ്പെടുത്തണം. പരീക്ഷ എഴുതുവാനുള്ള ആരോഗ്യവും ശക്തിയും അവർക്ക് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൻ്റെതായ എല്ലാ വൈറസായിട്ടുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ശരീരത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ വയലുകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കൈകളുടെ അധ്വാന ഫലം അവിടുന്ന് തരുന്നതിനായി സ്തോത്രം. നീ കടം വാങ്ങിക്കുന്നവനായിരിക്കില്ല, കടം കൊടുക്കുന്നവനായിരിക്കും. അതേ കർത്താവേ, ആവർത്തന പുസ്തകം 28:1 മുതൽ 15 വരെ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹം ഓരോ മക്കളുടെ ജീവിതത്തിലേക്കും തുറന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിട്ടുള്ള ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവമേ മക്കളെ ശക്തീകരിക്കണമേ. അവരുടെ ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് ഹല്ലേലൂയ അവർക്ക് ഏത് ലക്ഷ്യത്തോടെയാണ് കർത്താവേ മക്കൾ പോയിരിക്കുന്നത് അത് നേടിയെടുത്തുകൊണ്ട് ജയോത്സവമായി കടന്നു വരുവാൻ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഒരിക്കൽ കൂടി കർത്താവേ, അവിടുന്ന് തന്ന ഈ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായി അഗ്നി തൂണായി തിരുസാന്നിധ്യം കൂടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക. സ്തോത്രപ്പ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എത്രയോരാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. കരഞ്ഞുകൊണ്ടുറങ്ങിയ എത്രയോരാവുകൾ ജീവിതയാത്രയിൽ കഴിഞ്ഞുപോയി. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ കൂടെയുണ്ട്. ഞെട്ടിയുണർന്നു ഞാൻ നോക്കുമ്പോൾ താങ്ങും തലോടലുമായി നാഥൻ കൂടെയുണ്ട്. ആരാധന, 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 ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം. മനമേ നടത്തിയ വിധങ്ങൾ